ഇവിടെ റാഫേലില്ലേ? റാഫേലേ, ആ റാഫേലെ, പെരുന്നാളിന് എന്താ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ട് പറയാം. ഇതാ കുരിയച്ചിറ ജോർജ് അല്ലേ? സ്റ്റീവാ, നീയാ കാശെടുത്ത് ഏതാട്ടാ? ഇവനെയൊന്നും അധികാരം നിർത്തരുത്, മുള്ളും കിട്ട കേസാണ്. നീ കാശെടുത്ത് വേഗം. ഇവിടെ നമസ്കാരമുണ്ട്. എന്താണ് ഇരിപ്പായ? അല്ല, ഇരുന്നാലും കിടന്നാലും പുലി പുലി തന്നെയല്ലേ? ജോർജേ, ആ നീ കേറണുണ്ടോ? ഇല്ല, സമയമില്ല. ഒരു കേസ് ഉണ്ട്. ഏതാണ്? വല്ലൂരിലെ ആ പഴയ കത്തിക്കുത്ത് കേസാ? അതൊക്കെ ഒത്തു തീർന്നു. ദാസിയെ കിണറ്റിൽ തള്ളിയിട്ട കേസാ. ജോർജ് തൽക്കാലം നോക്കി ഒരു മയവും വിചാരിക്കണ്ട. ചാവണയ്ക്ക് ചത്തോട്ടെ. ശവോടക്കനുള്ള നല്ല മഹാഗണിയുടെ പെട്ടി കൊടുത്തു വെച്ചിട്ടുണ്ട്. കേസൊന്നും നോക്കണ്ട. SI നമ്മുടെ ആളാ. ആളാരെന്ന് പറഞ്ഞില്ല? പുത്തമ്പള്ളി ജോസ്, പിന്നെ നമ്മുടെ കാട്ടാളം പൊറിഞ്ചു. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പിള്ളേരായിട്ടൊന്ന് ആലോചിക്കട്ടെ. അവര് പ്ലാൻ ചെയ്യാന്നാ തോന്നണേ. ജോർജിന്റെ ഒരടിക്കില്ല പൊറിഞ്ചു. നിക്കണം നിപ്പ് കണ്ടില്ലേ? റാഫേലെ, ഒരു മിനിറ്റ്. കാശ് പോരെന്ന് പറയാനായിരിക്കും. എന്തേ? അതെ, ജോസ് മാത്രം വെച്ചാൽ നോക്കായിരുന്നു. പക്ഷെ പൊറിഞ്ചു അത് നമ്മളോണ്ട് നടക്കില്ല. എടാ മഞ്ചേ, നീ അറിഞ്ഞ എന്നിട്ട് നമ്മടെ മറിയം പുതിയൊരു കളർ മേടിച്ചിട്ടുണ്ട്. മാർബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടപ്പൻ സാധനം. നമ്മടെ സെമിത്തേരിലെ ഏറ്റവും ബെസ്റ്റ് കല്ലറാണ് ഇപ്പൊ അത്. അതിന് അവൾക്ക് വേറെ കുടുംബക്കാരുള്ളതാ. അതൊക്കെ ഉണ്ടാവുന്നേ. ഇഷ്ടം പോലെ കാശല്ലേ കയ്യില്. പഴയ കല്ലറക്ക് ഫാഷൻ പോരാൻ തോന്നിണ്ടാവും. അതാവും. എന്തായാലും നിന്റെ പെട്ടി ഒരെണ്ണം പോലുള്ള സകല കോളും കാണാണ്ടടാ. നീ നോക്കിയേ, ഒരെണ്ണം പോയിട്ട് എത്ര ദിവസമായി അറിയോ? എവിടെ പോട്? നാളെ കൊണ്ടുവരണ്ട വിൻസെന്റ് ഏട്ടാ. ഞാൻ കേൾക്കാൻ കുറെ ദിവസമായി. എവിടാ? ശവപ്പെട്ടിന് ഇരുമ്പോ എന്റെ കൈ കിടന്ന് വരയ്ക്കാ. ഞാനത് വേറെ സ്ഥലത്ത് കൊടുത്ത് എഴുതിച്ചു കൊണ്ടുവരാം. ഏത് ഗുദാമിലെങ്കിലും കൊണ്ട് എഴുതിക്കണ. ആകെ അവസ്ഥ മോശമുണ്ട് ഫ്രഞ്ചേ. എന്താടാ അങ്ങോട്ട് നോക്കടാ. എന്താടാ ക്രിസ്റ്റോ? അതാണ് മറിയം. എന്ത് രസണ്ടാ. കണ്ണിൽ കരുണയുള്ളവളാടാ ശരിക്കുള്ള പെണ്ണ്. മുമ്പിൽ ഒരാൾക്ക് നോവുമ്പോ അവളുടെ നെഞ്ചുരുകും. അവളുടെ ഒരു ഉമ്മ മതി ഏത് പാപിക്കും സ്വർഗരാജ്യം കിട്ടാൻ. മറിയേ, എന്റെ മറിയേ,
നിന്റെ മറിയേ. മറിയേ, മറിയേ, ഞങ്ങളുണ്ട്. എന്നിട്ടാണ് രണ്ടാൾ അവിടെ ഒരു സർക്കസ്? നാട്ടുകാർക്ക് കഴിക്കാൻ ഷാപ്പിലിനെ വല്ല ബാക്കി ഉണ്ടാവോ? നീ പുതിയ കല്ലറ വാങ്ങി നേട്ടല്ലോ. ഉവ്വ്, അതിനിപ്പോ എന്തേ? വിശേഷം അറിയാൻ വന്നേ രണ്ടാളും? അല്ലടി മറിയേ, എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ. ഇനിയിപ്പോ ഇവിടെ ആരും മരിക്കാൻ? അതിന് ഞാനില്ലേടാ ഇവിടെ. മറിയേ, അതെടാ, ഞാൻ പണ്ടാറടങ്ങി ചാമ്പ കുഴിച്ചിടാനാടാ. എടി നിന്നെ നാവ് കുറച്ച് കൂടണ്ടട്ടാ. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ ഒരിട്ടങ്ങ് തന്നോണ്ടല്ലോ നിന്റെ മോന്തക്ക്. നീ ആരാണ് ഇതൊക്കെ പറയാൻ? ആലപ്പാട്ടി വർഗീസിന്റെ വീട്ടുപടിക്കൊന്ന് നാവിട്ടളിക്കാൻ വീടിജോയുടെ മോനെ എന്ത് യോഗ്യതയുള്ളത്? പ്രാന്ത് തന്നെ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നിട്ടാണ് എത്ര വിഷമം? ഞാൻ മരിക്കേ ജീവിക്കേ, നിനക്കെന്താടാ കുഴപ്പം? പോവാ നോക്കടാ. എന്തൊന്ന് കാണിക്കാൻ? പെരുന്നാളിന് ആൾക്കാരടിക്കല്ലാന്ന്. നിനക്ക് ഇതിനൊരു കാര്യമുണ്ടോ? നീ ഒന്ന് അവന്റെ കൂടെ ചെല്ല, അവന്റെ കൈക്ക് വല്ല പറ്റൂ നോക്ക്. ഇതിനൊന്നും കുറവില്ല. അവളവളുടെ ഒരു പൂവും കണ്ണീരും. പെരുന്നാളിന് ആൾക്കാരെ ഞാൻ ഒറ്റ സ്റ്റീഫ, എന്താടാ? വാ. അപ്പ ആ സൂസനേച്ചിനെ ഒന്ന് വിളിക്കോ? കാസറ്റിന്റെ കാര്യം. ഈ ഫോൺ ഇത് ഇവിടെ വെച്ച്. ഹലോ സൂസന്നെ, ഞാനാടി. എന്താപ്പാ? മോളെ ആലിസേ, എന്തുട്ടാണ് ഈ നടന്റെ പേര്? ജാക്കി ചാൻ. അതെ, ജാക്കി ചാന്റെ കാസറ്റ് ഇനി വെള്ളിയോടെ ഇരിക്കണ്ടാ? നോക്കട്ടെ. പ്രിൻസ് വന്നപ്പോ ഒരു ബോക്സ് നിറച്ച് കാസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുണ്ടാവും. അവൻ വന്നോ? ഇന്നലെ വരണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞാണല്ലോ. ഏതോ ഫ്രണ്ടിന്റെ പെങ്ങളുടെ കല്യാണം കൂടാനാ പറഞ്ഞേ. ഓ ഓ, പ്രിൻസ് വന്ന കാര്യം അപ്പ അറിഞ്ഞോട്ടാ.